ലോകം ഇപ്പോഴും സൂപ്പർ പവർ രാഷ്ട്രങ്ങളുടെ പരമ്പരാഗത സൈനിക ശക്തിയെ നോക്കി നിൽക്കുമ്പോൾ ആരുമറിയാതെ അണിയറയിൽ ഒരു വലിയ വിപ്ലവം ഇതിനകം യുദ്ധത്തിന്റെ നിയമങ്ങൾ തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു. ഇത് ടാങ്കുകളും യുദ്ധവിമാനങ്ങളും വലിയ ആയുധക്കപ്പലുകളും തമ്മിലുള്ള ഒരു നേരംഗമല്ല. ഇതൊരു ആയുധത്തിൻ്റെ മാത്രം കഥയുമല്ല, മറിച്ച് ഇതൊരു ആശയമാണ്. ഒടുങ്ങാത്ത പ്രതികാരത്തിൻ്റെ ഒരു പുതിയ യുദ്ധതന്ത്രമാണ് ദ ഷഹീദ് ഡോക്ട്രൈൻ. വില കുറഞ്ഞ എന്നാൽ അതിമാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ച് ലോകത്തിലെ വമ്പൻ സൈനിക ശക്തികളെയും സമ്പന്ന രാഷ്ട്രങ്ങളെയും പോലും മുട്ടുകുത്തിക്കാൻ കഴിയുന്ന ഒരു വിനാശകരമായ യുദ്ധരീതിയാണിത്. അത് നേരിട്ട് യുദ്ധമുഖത്തേക്ക് വരുന്നില്ല, പകരം ഒരു നിഴൽ പോലെ അത് നിങ്ങളുടെ പിന്നാലെയുണ്ട്. ഇന്ന് ഈ ഡോക്യുമെൻ്ററിയിലൂടെ നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോകുന്നത് ആ ഭീകരമായ രഹസ്യമാണ്. എന്തുകൊണ്ടാണ് ഷഹീദ് ഡോക്ട്രൈൻ എന്ന ഈ തന്ത്രം ഇന്ന് ലോകത്തിലെ ഏറ്റവും ഭീതിജനകമായ യുദ്ധരീതികളിലൊന്നായി മാറിയത്? എവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം? എന്തുകൊണ്ടാണ് ഇറാൻ ഇന്ന് ഗൾഫ് മേഖലയിലെ UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളെ ലക്ഷ്യമിടുന്നത്? വരൂ നമുക്ക് വിശദമായി നോക്കാം. നമ്മൾ ഇതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെങ്കിൽ കാലത്തിന് അല്പം പുറകോട്ട് സഞ്ചരിക്കേണ്ടതുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 1970കളുടെ അവസാനത്തിലേക്കും 1980കളുടെ തുടക്കത്തിലേക്കും. ഇറാൻ ഒരു വലിയ വിപ്ലവത്തിലൂടെ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കായി മാറിയതിന് തൊട്ടു പിന്നാലെ അവർക്ക് നേരിടേണ്ടി വന്നത് ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ഒരു യുദ്ധമായിരുന്നു. 8 വർഷം നീണ്ടുനിന്ന ഇറാൻ-ഇറാഖ് യുദ്ധം. ഈ യുദ്ധം ഇറാനെ ഒരു കാര്യം വ്യക്തമായി ബോധ്യപ്പെടുത്തി: പരമ്പരാഗതമായ യുദ്ധരീതി അഥവാ കൺവെൻഷണൽ വാർഫെയർ തങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല എന്ന് ഇറാൻ തിരിച്ചറിഞ്ഞു. കാരണം അന്ന് ഇറാനിൽ കാര്യക്ഷമമായ അത്യാധുനിക സൈന്യമോ വലിയ ആയുധശേഖരമോ ഇല്ലായിരുന്നു. അവർ സാമ്പത്തികമായും സൈനികമായും ഒറ്റപ്പെട്ടിരുന്നു. അവർക്കുണ്ടായിരുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്: മനുഷ്യശക്തി. ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത മനുഷ്യരുടെ വലിയ ഒരു കൂട്ടം. അതുകൊണ്ട് അവർ ആ യുദ്ധത്തിൽ സ്വീകരിച്ചത് ചരിത്രം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരവും ക്രൂരവുമായ ഒരു തന്ത്രമായിരുന്നു: ഹ്യൂമൻ വേവ് അറ്റാക്സ്. അതൊരു യുദ്ധതന്ത്രമല്ലായിരുന്നു, അതൊരു കടുത്ത ആത്മബലിയായിരുന്നു. ആയിരക്കണക്കിന് ഇറാനിയൻ യുവാക്കളെ യാതൊരുവിധ കവചങ്ങളുമില്ലാതെ നേരിട്ട് മൈൻ ഫീൽഡുകളിലേക്ക് ഓടിക്കയറാൻ അവർ പറഞ്ഞുവിട്ടു. ആ യുവാക്കളുടെ ജീവനറ്റ ശരീരങ്ങൾ വീണ് മൈൻ ഫീൽഡുകൾ പൊട്ടിത്തെറിക്കുമ്പോൾ ആ ചോര വീണ മണ്ണിലൂടെ പുറകിലുള്ള സൈന്യത്തിന് വഴി തുറക്കുക എന്നതായിരുന്നു ലക്ഷ്യം. സ്വന്തം ജീവൻ ബലി നൽകി അടുത്തയാൾക്ക് മുന്നേറാൻ അവർ വഴിവെട്ടി. ഇതൊരു ഭീകരമായ സത്യമാണ്. പക്ഷേ ആ ചോരയിൽ നിന്ന് ഇറാൻ പുതിയൊരു തന്ത്രം രൂപപ്പെടുത്തിയെടുത്തു. അവിടെ രക്തസാക്ഷി എന്ന ആശയം വെറുമൊരു മതപരമായ വിശ്വാസം മാത്രമല്ലാതായി മാറി, മറിച്ച് അതൊരു സൈനിക സിദ്ധാന്തമായി, ഒരു മിലിറ്ററി ഡോക്ട്രിനായി രൂപാന്തരപ്പെട്ടു. അവിടെയാണ് ഷഹീദ് ഡോക്ട്രിൻ എന്ന വൻമരത്തിൻ്റെ വിത്തുകൾ പാകപ്പെട്ടത്. ഇറാഖ് യുദ്ധത്തിന് ശേഷം ഒരു കാര്യം ഉറപ്പിച്ചു: അമേരിക്കയോ ഇസ്രയേലോ പോലുള്ള വൻ സൈനിക ശക്തികളെ നേരിട്ട് തോൽപ്പിക്കാൻ തങ്ങൾക്ക് കഴിയില്ല. അവിടെയാണ് അവർ ലോകത്തെ ഞെട്ടിച്ച ആ ചോദ്യം ചോദിച്ചത്: നമ്മൾ എങ്ങനെ ജയിക്കും? ആ ചോദ്യത്തിന് ഇറാൻ കണ്ടെത്തിയ ഉത്തരം ലളിതമായിരുന്നു: കളിയുടെ നിയമങ്ങൾ തന്നെ മാറ്റിയെഴുതുക. അങ്ങനെയാണ് ഇന്നത്തെ രൂപത്തിൽ ഷഹീദ് ഡോക്ട്രിൻ ജന്മമെടുക്കുന്നത്. ഇതൊരു ആയുധത്തിൽ മാത്രം ഒതുങ്ങുന്ന സിംഗിൾ സ്ട്രാറ്റജി അല്ല, മറിച്ച് ഇതൊരു മൈൻഡ് സെറ്റാണ്. വളരെ വ്യക്തമായ 3 തത്വങ്ങളിലാണ് ഈ സിദ്ധാന്തം കെട്ടിപ്പടുത്തിരിക്കുന്നത്. 1. ഫൈറ്റ് ചീപ്പ്. ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. 2. ഫൈറ്റ് ഇൻഡയറക്റ്റ്. ഒരിക്കലും ശത്രുവുമായി നേരിട്ട് ഏറ്റുമുട്ടരുത്. 3. ഫൈറ്റ് ഫോർ അവർ. ശത്രുവിനെ നിരന്തരം അലോസരപ്പെടുത്തിക്കൊണ്ട് യുദ്ധം അനന്തമായി നീട്ടിക്കൊണ്ടുപോവുക. ഈ 3 ആശയങ്ങൾ ചേർന്നപ്പോൾ അതൊരു ഭീകരമായ കോമ്പിനേഷനായി മാറി. ശത്രുവിന് എവിടെ നിന്ന് അടിയേൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത ഒരു അദൃശ്യ യുദ്ധരീതി. ഇറാൻ്റെ ഏറ്റവും വലിയ ശക്തി അവരുടെ സൈന്യമല്ല, അവരുടെ ഇൻവിസിബിലിറ്റി അഥവാ അദൃശ്യതയാണ്. ഇവിടെയാണ് ഷഹീദ് ഡോക്ട്രിനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് കടന്നു വരുന്നത്: പ്ലോസിബിൾ ഡിനേബിലിറ്റി അഥവാ കുറ്റം നിഷേധിക്കാനുള്ള പഴുതുകൾ ഉണ്ടാക്കുക. ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വൻതോതിലുള്ള ഒരു ആക്രമണം നടക്കുന്നു. അത് ചെയ്തത് ഇറാൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് ചെയ്തത് ഇറാൻ നേരിട്ടാണെന്ന് തെളിയിക്കാൻ ഒരു തെളിവും ആർക്കും ലഭിക്കില്ല. നേരിട്ടുള്ള ഇടപെടലുകൾ ഇല്ല, പക്ഷേ സ്വാധീനം ശക്തമായി ഉണ്ടാകും. ഇതിനായി ഇറാൻ മിഡിൽ ഈസ്റ്റിലുടനീളം വലിയൊരു ശൃംഖല തന്നെ ഉണ്ടാക്കിയെടുത്തു. നമ്മൾ പലപ്പോഴും വാർത്തകളിൽ കേൾക്കുന്ന ആ പേരുകൾ ഈ ഡോക്ടറിൻ്റെ ഭാഗമാണ്.
ലെബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ, ഇറാഖിലെ ഷിയ മിലിഷ്യകൾ, ഇവരെല്ലാം ഒരു വലിയ നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ്. ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്നോ, ഇവരെല്ലാം ഒരു സെൻട്രൽ കമാൻഡ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു കേന്ദ്രമില്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ തലവന്മാരെ വധിച്ചതുകൊണ്ട് മാത്രം ഈ പ്രസ്ഥാനങ്ങളെ ഇല്ലാതാക്കാൻ ശത്രുക്കൾക്ക് കഴിയില്ല. എന്താണ് മൊസൈക് ഡിഫൻസ്? മൊസൈക് ഡിഫൻസ് വെറും ഒരു റെഗുലർ ആർമി അല്ല, ഇതൊരു പസിൽ യുദ്ധമാണ്. ഇതിൽ വെറും ഒരു റെഗുലർ ആർമിക്ക് പകരം നൂറുകണക്കിന് ചെറിയ ചെറിയ ഇൻഡിപെൻഡൻറ്റ് സെല്ലുകളാണ് ഉള്ളത്. ഓരോ സെല്ലും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പ്രാപ്തിയുള്ളവയാണ്. ശത്രുക്കൾ ഇതിൽ 1-2 സെല്ലുകളെ കണ്ടെത്തി നശിപ്പിച്ചാലും ആ വലിയ സിസ്റ്റം ഒരിക്കലും കൊളാപ്സ് ആവില്ല. ഇന്നത്തെ മോഡേൺ വാർഫെയറിൽ അത്യാധുനിക സാറ്റലൈറ്റുകളും AI നിരീക്ഷണങ്ങളും വലിയ സൈന്യത്തിൻ്റെ ചലനങ്ങളെ കൃത്യമായി ടാർഗറ്റ് ചെയ്യും. എന്നാൽ ഇത്തരം ചിതറിക്കിടക്കുന്ന ചെറിയ ഗ്രൂപ്പുകളെ ട്രാക്ക് ചെയ്യുക എന്നത് ആധുനിക റഡാറുകൾക്ക് പോലും അസാധ്യവുമാണ്. ഇതൊരു ഗോസ്റ്റ് ആർമിയാണ്. നിങ്ങൾക്ക് അതിനെ വ്യക്തമായി കാണാൻ കഴിയില്ല, പക്ഷേ അത് നിങ്ങളെ അപ്രതീക്ഷിതമായി ആക്രമിച്ചു കൊണ്ടേയിരിക്കും. ഇനി നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് ഷഹീദ് ഡോക്ട്രിൻ്റെ ഏറ്റവും അപകടകരമായ വശമാണ്, യുദ്ധത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രം. ഇവിടെയാണ് അമേരിക്ക അടക്കമുള്ള വൻ ശക്തികൾ പതറിപ്പോകുന്നത്. ആധുനിക യുദ്ധങ്ങൾ എന്നത് വലിയ പണച്ചെലവുള്ള കാര്യങ്ങളാണ്. അമേരിക്കയുടെ അതിപ്രശസ്തമായ ഒരു ഡിഫൻസ് മിസൈലിൻ്റെ വില കോടിക്കണക്കിന് ഡോളറുകളാണ്. എന്നാൽ വെറും ലക്ഷങ്ങൾ മാത്രം വില വരുന്ന സാധാരണ ഡ്രോണുകളാണ് ഇറാൻ ഉപയോഗിക്കുന്നത്. ഒരു വശത്ത് വെറും ലക്ഷങ്ങൾ മാത്രം ചിലവുള്ള ഒരു സാധാരണ ഡ്രോൺ, മറുവശത്ത് അതിനെ വെടിവെച്ചിടാൻ വേണ്ടി ശത്രു ഉപയോഗിക്കേണ്ടി വരുന്ന കോടികൾ വിലയുള്ള അതിനൂതന പ്രതിരോധ മിസൈൽ. ഇതൊരു യുദ്ധമല്ല, ഇത് ആധുനിക സൈന്യങ്ങൾക്കായി ഇറാൻ ഒരുക്കുന്ന ഒരു സാമ്പത്തിക കെണിയാണ്. ശത്രുവിനെ ആക്രമിച്ച് കീഴടക്കുക എന്നതിലുപരി ഇറാൻ ഇവിടെ ബോധപൂർവം ചെയ്യുന്നത് എന്താണ്? ശത്രു രാജ്യങ്ങളെ കൊണ്ട് കൂടുതൽ പണം ചെലവാക്കുക. അത് വളരെ പതുക്കെയുള്ള ഒരു ചോരയൊഴുക്കലാണ്. വലിയ യുദ്ധങ്ങൾ ചെയ്ത് ജയിക്കുന്നതിന് പകരം പ്രതിരോധ ചെലവുകൾ കൂട്ടി ശത്രു രാജ്യങ്ങളെ സാമ്പത്തികമായി പാപ്പരാക്കുക എന്ന മനോഹരമായ തന്ത്രമാണത്. നമ്മൾ ഇതുവരെ പറഞ്ഞ സിദ്ധാന്തങ്ങളുടെയും തന്ത്രങ്ങളുടെയും ഹൃദയഭാഗം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ആയുധമാണ്, സൂയിസൈഡ് ഡ്രോൺസ് അഥവാ കാമിക്കാസി ഡ്രോണുകൾ. സൈനിക ഭാഷയിൽ ഇവരെ വിളിക്കുന്നത് ലോയിറ്ററിംഗ് മ്യൂണീഷ്യൻസ് എന്നാണ്. ഇതിലൊരു പൈലറ്റ് ഇല്ല. റിമോട്ടിലിരിക്കുന്ന ആളുടെ നിർദ്ദേശാനുസരണം കൃത്യമായ സമയം വരുന്നതുവരെ ഇവ കാത്തു നിൽക്കും. ശരിയായ ടാർഗറ്റ് ഉറപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവ ചീറിപ്പാഞ്ഞു വന്ന് ആ ലക്ഷ്യത്തിലേക്ക് നേരിട്ടിടിച്ചിറങ്ങി പൊട്ടിത്തെറിക്കും. ഇവയ്ക്കൊരു പൈലറ്റിൻ്റെ ആവശ്യമില്ല, ഇവയ്ക്കൊരിക്കലും തിരികെ വരേണ്ടതുമില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു വൺ വേ മിഷനാണ്. ഈ ഷഹീദ് ഡ്രോണുകളാണ് ഇന്ന് ലോക സൈനിക ചരിത്രത്തിൽ വലിയൊരു വിപ്ലവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവയുടെ ഏറ്റവും അപകടകരമായ ഫീച്ചർ ദ സ്വാൻ കേപ്പബിലിറ്റി അഥവാ കൂട്ടത്തോടെയുള്ള ആക്രമണമാണ്. ശത്രുക്കളുടെ നേരെ വരുന്നത് 1-2 ഡ്രോണുകളല്ല, ഒരേ സമയം കൂട്ടത്തോടെ വരുന്ന 100 കണക്കിന് ഡ്രോണുകളാണ്. അത്രയും വലിയ എണ്ണം കാരണം ആധുനിക റഡാറുകളും പ്രതിരോധ മിസൈലുകളും സ്തംഭിച്ചു പോകുന്നു. 10-20 എണ്ണത്തെ അവർ തകർത്തേക്കാം, പക്ഷേ ബാക്കി വരുന്നവ ലക്ഷ്യസ്ഥാനത്ത് പതിച്ചിരിക്കും. അതാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്, സാച്ചുറേഷൻ അറ്റാക്ക്. ഷഹീദ് ഡോക്ട്രിൻ വെറും ഒരു ഫിസിക്കൽ ഡാമേജ് മാത്രമല്ല ഉണ്ടാക്കുന്നത്, അതുണ്ടാക്കുന്ന മുറിവുകൾ അതിനേക്കാൾ ആഴമുള്ളതാണ്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം മനഃശാസ്ത്ര യുദ്ധമുറയാണ്. ഒരു മിസൈൽ വരുമ്പോൾ നമുക്ക് മുന്നറിയിപ്പ് ലഭിക്കും. എന്നാൽ ഈ കുഞ്ഞു ഡ്രോണുകളുടെ ആക്രമണം പ്രവചനാതീതമാണ്. എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഇവ പതിക്കാം. ശത്രു രാജ്യത്തിലെ ജനങ്ങൾക്ക് ഇത് നൽകുന്നത് ഭീകരമായ മാനസിക സമ്മർദ്ദമാണ്. എവിടെയും സുരക്ഷിതമല്ലെന്ന തോന്നൽ ആളുകളിൽ ഉണ്ടാകുമ്പോൾ അത് ക്രമേണ സർക്കാരുകൾക്ക് മേൽ വലിയ രാഷ്ട്രീയ സമ്മർദ്ദമായി മാറും. അതുകൊണ്ട് തന്നെ ഇതൊരു ആയുധമല്ല, ശത്രുവിൻ്റെ മനോവീര്യം തകർക്കുന്ന വലിയ മനഃശാസ്ത്ര യുദ്ധമുറയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും പുതിയതും നിർണായകവുമായ അധ്യായത്തിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് ഇറാൻ ഇന്ന് ഗൾഫ് മേഖലയിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെ തങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങളാക്കി മാറ്റിയത്? നമ്മൾ ഈ വിഷയത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇറാൻ്റെ ആത്യന്തികമായ ഭയമാണ്. ഇറാനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ശത്രുക്കൾ അമേരിക്കയും ഇസ്രയേലുമാണ്. അവരെ നേരിടാൻ ഇറാൻ രൂപപ്പെടുത്തിയതാണ് ഈ ഷഹീദ് ഡോക്ട്രിൻ. തങ്ങളെ ശ്വാസം മുട്ടിക്കാൻ നോക്കുന്ന അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിൽ വലിയൊരു പിടിവള്ളിയുണ്ട്. ആ പിടിവള്ളിയാണ് അമേരിക്കയ്ക്ക് ഈ ഗൾഫ് രാജ്യങ്ങൾ നൽകുന്ന സൈനിക താവളങ്ങൾ. ഖത്തറിലെ അല്ലുദൈദ് എയർബേസ് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ താവളമാണ്. UAE അൽദബ്ര എയർബേസിലും ബഹ്റൈനിലെ അമേരിക്കൻ നാവികസേനയുടെ അതിപ്രധാനമായ 5th ഫ്ലീറ്റ് ആസ്ഥാനത്തും അമേരിക്കൻ സൈന്യത്തിൻ്റെ ശക്തമായ സാന്നിധ്യമുണ്ട്. കുവൈത്തിലെ അമേരിക്കൻ സൈനിക താവളങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു.
ഇറാന്റെ അതിർത്തിക്ക് തൊട്ടപ്പുറത്ത് അമേരിക്ക തങ്ങളുടെ വലിയൊരു സൈനിക കോട്ട തന്നെ കെട്ടിപ്പടുത്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അമേരിക്കയോ ഇസ്രയേലോ ഇറാനെ ആക്രമിച്ചാൽ ആ ആക്രമണങ്ങൾ പ്ലാൻ ചെയ്യുന്നതും ലോഞ്ച് ചെയ്യുന്നതും തങ്ങളുടെ തൊട്ടടുത്തുള്ള ഈ അയൽരാജ്യങ്ങളിൽ നിന്നായിരിക്കും എന്ന് ഇറാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളെ ലക്ഷ്യമിടുന്നതിലൂടെ അമേരിക്കയുടെ താവളങ്ങളെ ദുർബലപ്പെടുത്തുക എന്നത് തന്നെയാണ് ഇറാന്റെ പ്രധാന ലക്ഷ്യം. ഇനി നമുക്കിതിനെ മറ്റൊരു വശത്തേക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ഇറാൻ സൈനിക താവളങ്ങൾക്ക് പുറമെ ഈ രാജ്യങ്ങളിലെ വലിയ വ്യാവസായിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിടുന്നത്? നമുക്കറിയാം, UAEയുടെയും ഖത്തറിൻ്റെയും ഏറ്റവും വലിയ ശക്തി അവരുടെ അതിശക്തമായ സമ്പദ് വ്യവസ്ഥയാണ്. ഷഹീദ് ഡോക്ടറിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു: ശത്രുവിൻ്റെ സാമ്പത്തിക അടിത്തറ തകർക്കുക. ഖത്തറിലെ വലിയ എനർജി ഹബ്ബുകൾക്ക് നേരെയും UAEയിലെ വലിയ വ്യാവസായിക കേന്ദ്രങ്ങൾക്ക് നേരെയും ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ട്. ഈ രാജ്യങ്ങളിലേക്ക് വരുന്ന വലിയ വലിയ വിദേശ നിക്ഷേപകരുടെ ആത്മവിശ്വാസം തകർക്കുക. നിങ്ങളുടെ പണവും ആസ്തികളും ഇവിടെ സുരക്ഷിതമല്ല എന്നൊരു ഭയം ലോകത്തിന് നൽകാൻ കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറ തകരും. ഇത് വെറുമൊരു വെടിയുണ്ടകളുടെ യുദ്ധമല്ല, ഇത് പണത്തിൻ്റെ മൂല്യം തകർക്കുന്ന അതിക്രൂരമായ ഒരു സാമ്പത്തിക യുദ്ധമാണ്. ഷഹീദ് ഡോക്ട്രിൻ ഏറ്റവും ക്രൂരമായി